ഒന്നാം തീയതിയിലെ സാലറി പല SME ബിസിനസ് ഓണേഴ്സും വളരെ ടെൻഷനോട് കൂടി കാണുന്ന ഒരു തീരുമാനമാണ്. പുതിയ റൂള് പ്രകാരം ഫസ്റ്റ് ഡേ ഓഫ് ദ മന്ത് നമ്മൾ സാലറി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കുറേ കൺസേൺ, ഒന്നാം തീയതി എങ്ങനെ സാലറി കൊടുക്കുക, ക്യാഷ് ഫ്ലോ റെഡി ആവില്ലല്ലോ, പല പേയ്മെൻറ്റ് കളക്ട് ചെയ്ത് വരുമ്പോൾ മന്ത് എൻഡ് ആവും, എങ്ങനെ നമ്മളിത് ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യും. ഓൾറെഡി ഈ വാറാണ്, ബുദ്ധിമുട്ടാണ്, സ്ട്രഗിളാണ്. അതിൻ്റെ കൂടെ ഈ ഗവൺമെൻറ്റിന് ഈ ഒരു തീരുമാനം കൂടി എടുക്കേണ്ടതുണ്ടോ? സോ നമുക്കറിയാം UAE ഒരു തീരുമാനം, ഒരു റൂള് വന്നു കഴിഞ്ഞാൽ ആ റൂളാണ്. സോ നമ്മൾ ഇതിനെക്കുറിച്ച് കുറേ കൺസേൺ ചിന്തിച്ചതിനെ കൊണ്ട് ഒരു ബെനിഫിറ്റും ഇല്ല. പക്ഷെ എന്താണ് ഇതിൻ്റെ ഒരു എക്കണോമിക് ബെനിഫിറ്റ് വരുന്നത്? ഈവൻ ഇങ്ങനെയുള്ള സ്ട്രഗ്ലിംഗ് ടൈമിൽ പല നമ്മുടെ ഫീസ്, ചാർജസ്, കാര്യങ്ങൾ പലതും ഗവൺമെൻറ് കുറച്ച സമയത്ത് പോലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഈ ദുബായ് ഇക്കണോമി അല്ലെങ്കിൽ UAE ഇക്കണോമി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇവിടെ മേ ബി റഫ്ലി അറൗണ്ട് 3 മില്യൺ വർക്ക് ഫോഴ്സ് ഉണ്ട്. 3 മില്യൺ വർക്ക് ഫോഴ്സിൽ ഒരു ആവറേജ് സാലറി 5,000 വരുമ്പോൾ നമ്മുടെ എക്കണോമിയിൽ പമ്പ് ചെയ്യുന്ന സാലറി എന്ന് പറയുന്നത് 15 ബില്യൺ ദിറംസ് ആണ്. സോ ഈ 15 ബില്യൺ ദിറംസ് ഒന്നാം തീയതി റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു ബിസിനസ് ഓണർക്ക് അവിടെ ആ ഒരു ആംഗിളിലാണ് അയാൾ അതിൻ്റെ സാധ്യതകൾ കാണേണ്ടത്. ഈ പറഞ്ഞ 15 മില്യൺ ഒരു 10 ദിവസം നേരത്തെ, സാധാരണഗതിയിൽ ഒരു ആവറേജ് 10-ാം തീയതിയാണ് സാലറി പോകുന്നതെങ്കിൽ 10 ദിവസം നേരത്തെ വരുമ്പോൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഇയാൾ ഗ്രാബ് ചെയ്യേണ്ടത്. ഒരു മാക്രോ എക്കണോമിക് ടേംസിലൊക്കെ പറയുകയാണെങ്കിൽ ഈ 15 ബില്യൺ 10 ഡേയ്സ് ഏർലി വരികയാണ്. അതായത് അതിൻ്റെ 1/3 നേരത്തെ, നേർക്ക് പറഞ്ഞാൽ 5 ബില്യൺ AED 5 ബില്യൺ AED പർച്ചേസിങ് പവർ കസ്റ്റമർക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ റീറ്റെയിൽ ബിസിനസ് അല്ലെങ്കിൽ മറ്റെല്ലാ ബിസിനസ്സും തന്നെ ഈ ഒരു ആംഗിളിലാണ് അതിനെ കാണേണ്ടത്. ഈ 5 ബില്യണിൽ നമുക്ക് എത്ര ക്യാപ്ചർ ചെയ്യാൻ പറ്റും, അതിനുള്ള ക്യാമ്പയിൻസ്, കാര്യങ്ങൾ റൺ ചെയ്യുക, ഈ പറയുന്ന ഡേറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ബിസിനസ് ഐഡിയാസ് നമ്മൾ കൊണ്ടുവരിക. എന്നിട്ട് നമുക്കെങ്ങനെ ഈ 5 ബില്യൺ ഈ അഡീഷണൽ പർച്ചേസിങ് പവറിന് എങ്ങനെ എടുക്കാൻ പറ്റും നോക്കാം. പോരാത്തതിന് നിങ്ങൾക്കറിയാം 1-2 മാസമായിട്ട് നമ്മുടെ എക്കണോമി കുറച്ച് വീക്കായി വരികയാണ്. ഒരു സ്പെൻഡ് ചെയ്യാനുള്ള ധൈര്യം എംപ്ലോയീസ് ആണെങ്കിലും വർക്ക് ഫോഴ്സിനാണെങ്കിലും കുറച്ചൊരു മടി വരികയാണ്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതോടെ ഈ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ സ്പെൻഡിങ് കോൺഫിഡൻസ് വർദ്ധിക്കുകയെന്ന്. അപ്പോൾ നമ്മളിതിനൊന്ന് ക്യാഷ് ഔട്ട് ചെയ്യുക. അതേപോലെ തന്നെ മറ്റൊരു ആംഗിളിൽ SMEs എന്തായാലും അതിൻ്റെ കുറച്ച് സ്ട്രഗിൾസ് നേരിടും. അപ്പോൾ അതിൻ്റെ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി ഫൈനാൻഷ്യൽ ഡിസിപ്ലിനിലേക്ക് വരിക, കൃത്യമായി പ്ലാൻ ചെയ്യുക. അത് അവരുടെ ഒരു ഇൻറ്റേർണൽ കോർപ്പറേറ്റ് സ്ട്രക്ചറിനും അത് ഗുണം ചെയ്യും. അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആ ഒരു ബിസിനസ് സെറ്റപ്പ് ഉണ്ടല്ലോ, എങ്ങനെയായാലും ഈ ബിസിനസ് റൺ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതിനെ കുറച്ച് നന്നാക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നന്നാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്.